പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ കുട്ടികളുടെ വെക്കേഷൻ സമയം ഏത് രീതിയിലാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്? കഴിഞ്ഞ ഇത്ര ദിവസങ്ങൾ വെക്കേഷൻ കഴിഞ്ഞിരിക്കുന്നു, അഥവാ 20 ദിവസമോ 30 ദിവസമോ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ നിങ്ങളുടെ കുട്ടികൾ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? വെറും സ്ക്രീന്, മൊബൈൽ ഫോൺ, TV തുടങ്ങിയ സോഷ്യൽ മീഡിയകൾക്ക് മുന്നിൽ മാത്രമായിട്ടാണോ നിങ്ങളുടെ കുട്ടികളുടെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? അല്ലെങ്കിൽ വായനയുടെയും അറിവിൻ്റെയും മറ്റുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ കുട്ടികൾ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ വെക്കേഷൻ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെറും വെക്കേഷൻ സമയം സ്ക്രീനുകൾക്കും മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയകൾക്കും മുന്നിൽ മാത്രം ഒതുക്കാതെ അറിവിൻ്റെയും വായനയുടെയും ഒരു ലോകത്തോട്ട് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനും കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, വായനാശീലം ഉണ്ടാക്കുക, പത്രം വായനാശീലം ഉണ്ടാക്കുക തുടങ്ങിയ വ്യത്യസ്തങ്ങളായ കുട്ടികളുടെ പഠനത്തിനും ഭാവിക്കും വ്യക്തിത്വ വികാസത്തിനുമെല്ലാം ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ഒരു വെക്കേഷൻ ക്ലാസ്, 50 ദിവസത്തെ വെക്കേഷൻ ക്ലാസ് IAS ജൂനിയർ കോഴ്സ് നമ്മളിവിടെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിലേക്ക് ജോയിൻ ചെയ്യാനുമുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് വെക്കേഷനിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിൽ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സയൻറ്റിഫിക്കലി എന്ത് ചെയ്യുന്നതിന് കുട്ടികളിലോട്ട് എത്തിക്കുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, വെക്കേഷൻ സമയം എന്ന് പറയുന്നത് കുട്ടികൾക്ക് കുറച്ച് റിലാക്സ് കിട്ടാനുള്ള സമയം തന്നെയാണ്. അവർ ഒരു വർഷത്തിൽ 10 മാസത്തോളം പഠിച്ചു കഴിയുമ്പോൾ പിന്നീട് ഒരു ചെറിയ റെസ്റ്റ് എന്നുള്ള രൂപത്തിൽ അടുത്തൊരു തലത്തിലോട്ട് കുട്ടി ഈ ഒരു ക്ലാസ്സിലേക്ക് വരുന്നതിന് മുന്നായിട്ട് കുട്ടിക്ക് കിട്ടേണ്ട ഒരു റെസ്റ്റ് സമയം തന്നെയാണ് വെക്കേഷൻ എങ്കിൽ കൂടിയും അത് ഫലപ്രദമായി പല കുട്ടികളും ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ കുട്ടിയും അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യേണ്ട കുട്ടികൾ ഈ വെക്കേഷനിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റോട് കൂടി എന്ത് ചെയ്യുക, ഈ സമയം നല്ല രീതിയിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഏത് നല്ല കാര്യത്തിനായി കഴിഞ്ഞാലും പ്രശ്നമില്ല. നല്ലൊരു വ്യക്തമായ ടൈം മാനേജ്മെൻറ്റ് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്ത്, അല്ലെങ്കിൽ കുട്ടി ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും നമ്മൾ നഷ്ടപ്പെടുന്ന സമയം, അവൻ്റെ ആരോഗ്യവും സമയവും കണ്ണും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബുദ്ധിയും അതിനെല്ലാം ദോഷകരമായി ബാധിക്കുന്ന വെറും മൊബൈൽ ഫോൺ, സ്ക്രീൻ ടൈമുകൾക്ക് മാത്രം ഉപയോഗപ്പെടുത്താതെ മറ്റുള്ള വ്യത്യസ്തങ്ങളായ അവൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ആവശ്യമായുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ആ സമയം അവനക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി അവനെ കൊണ്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും? ഒന്നാമതായിട്ട് അവനക്ക് റീഡിങ്, പരന്ന വായന ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടി വെക്കേഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. വായന എന്ന് പറയുമ്പോൾ കുട്ടിക്ക് വായനയുടെ ഒരു ലോകത്തോട്ട് കുട്ടികൾ കാൽ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം പല കുട്ടികളും ഇപ്പോൾ ചിലപ്പോൾ രക്ഷിതാക്കളെ പറയാറുണ്ട് ഫുൾ ടൈം വായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടെന്ന്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു രസം, മധുരം അവർ അറിഞ്ഞതുകൊണ്ടാണ് അവർ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നത്. പല രക്ഷിതാക്കളുടെ പരാതിയാണ് കുട്ടികൾ ബുക്കേ തൊട്ട് നോക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വായനയിലോട്ട് കുട്ടികളെ ജസ്റ്റ് എത്തിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് എന്തുകൊണ്ട് വായിക്കണം, വായിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കുട്ടിയിലേക്ക് ഒരു ബോധ്യം ഉണ്ടാക്കിയിട്ട് അവനെ വായിക്കാനുള്ളൊരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അവന് വായിക്കുകയും അത് അവൻ്റെ വ്യക്തിത്വ വികാസത്തിനും കരിയറിനും അവൻ്റെ എഡ്യൂക്കേഷണൽ മേഖലയിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവർക്ക് അറിവ് സമ്പാദിക്കാനും അവർക്ക് എന്ത് ചെയ്യും, ഇത് സാധ്യമാവുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് വായനാശീലം കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് ഒരു നിശ്ചിത ഇത്ര എണ്ണം പുസ്തകങ്ങൾ ഈ വെക്കേഷനിൽ വായിക്കണം, അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നുള്ള ഓഫറൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എങ്കിലും കുട്ടികൾക്ക് ഈ വെക്കേഷൻ ക്ലാസ്സിൽ മാക്സിമം പുസ്തകങ്ങൾ നല്ല അവൻ്റെ ഓവറോൾ എല്ലാ കാര്യങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന നല്ല മോട്ടിവേഷൻ കിട്ടുന്ന, അക്കാദമിക്കലി നോളജ് കിട്ടുന്ന വ്യത്യസ്തമായ പുസ്തകങ്ങൾ എന്ത് ചെയ്യുക, അവരെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ IAS ജൂനിയർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഈ വെക്കേഷൻ ക്ലാസ്സിൽ 10ലധികം പുസ്തകങ്ങൾ വായിച്ച് ഒരു വർഷം കൊണ്ട് നമ്മൾ 50 പുസ്തകം വായിക്കുന്ന ഒരു ടാർഗറ്റൊക്കെ ചെയ്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നത് നന്നായിട്ട് തന്നെ ഇപ്പോൾ വായിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പത്രം വായന ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുട്ടികളെ ഏത് ലക്ഷ്യം വെക്കുന്ന ആളുകളാണെങ്കിലും പത്രം വായന, അതിലൂടെ ലഭിക്കുന്ന GK, ജനറൽ അവെയർനെസ്, പിന്നെ ഇവിടെ ലോകത്ത് എന്ത് നടക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധം കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന കാര്യമാണ് പത്രം വായന എന്ന് പറയുന്നത്. അത് അവൻ്റെ പഠനത്തെയും സ്വാഭാവികമായിട്ട് സഹായിക്കും. പല സബ്ജക്റ്റുകളെയും പത്രം വായന നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ പത്രം വായന ശീലം കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ സമയം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കാരണം പല സമയത്തും സ്കൂളിലെ സമയത്തൊക്കെ സ്കൂളിൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും പത്രം വായന ഒഴിവാക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ നേരിടുന്നുണ്ടാവില്ല. അതെന്ത് ചെയ്യുക, പത്രം വായിക്കാൻ വേണ്ടി മലയാളം പത്രമാവട്ടെ ഇംഗ്ലീഷ് പത്രമാവട്ടെ ഏതെങ്കിലും പത്രം സ്ഥിരമായിട്ട് വായിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക.
ഓക്കെ, അത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീട്ടിൽ പത്രം വരുത്തിക്കൊണ്ട് വായിക്കുന്നതായിരിക്കും നന്നാവും. ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. പത്രവും അതുപോലത്തെ ന്യൂസ് കേൾക്കുന്നു എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതാണ് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ആ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് കുട്ടികളിൽ വെക്കേഷനിൽ ഉപയോഗപ്പെടുത്താവുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിക്ക് ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യിച്ച് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് എന്തോ ആവട്ടെ, ഈ വെക്കേഷൻ കഴിയുന്നതോടുകൂടി ഈ വെക്കേഷൻ്റെ മുന്നേ ഉണ്ടായിരുന്ന കുട്ടിയിൽ നിന്നും എന്തെങ്കിലും ചില വ്യത്യാസങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവനക്ക് ഉണ്ടാവണം. അത് അവൻ്റെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ്, ഏത് സ്കില്ലാവട്ടെ. അപ്പം നീന്താൻ അറിയാത്ത ആൾ നീന്താൻ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാത്ത ആളുകൾ, സൈക്കിൾ ഓട്ടാൻ അറിയാത്ത ആളുകൾ, അതുകൊണ്ടുള്ള എന്തും ആവട്ടെ, ഏതെങ്കിലും ഒരു ചെറുതായാലും വലുതായാലും ഒരു സ്കിൽ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്തതാണ് അത് ഉപയോഗപ്പെടുത്തി പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ഏത് രീതിയിലായാലും ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യണം, ഇത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അത് പല രീതിയിലും കുട്ടിയെ എന്ത് ചെയ്യും, കുട്ടിയെ കോൺഫിഡൻസ് കൂട്ടാനും അത് കുട്ടിയുടെ പഠനവും ലക്ഷ്യമൊക്കെ എന്ത് ചെയ്യണം കൂടുതൽ നേടാൻ വേണ്ടി അതൊക്കെ കുട്ടിയെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുക, അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് സമയത്ത് ചെയ്യാവുന്നതാണ്. പിന്നെ ചെയ്യാവുന്ന കാര്യം, നമുക്ക് യാത്രകളൊക്കെ വളരെ നല്ലത് തന്നെയാണ്. യാത്രകൾ എന്ത് ചെയ്യാം, ഈ ഉപയോഗപ്പെടുത്താം. അതിൽ തന്നെ കുട്ടികൾക്ക് അനുഭവ സമ്പത്ത് ഉണ്ടാക്കുന്ന യാത്രകൾ എന്ത് ചെയ്യുക, വേണ്ടി സമയം ഉപയോഗപ്പെടുത്താം. ഇടയ്ക്കൊക്കെ നല്ല നല്ല ജീവിതത്തിൽ വിജയിച്ച ആളുകളിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളിലോട്ടൊക്കെ എന്ത് ചെയ്യുക, കുട്ടികളുടെ യാത്ര, അത്തരം ആളുകളുടെ അടുത്തോട്ടൊക്കെ യാത്ര പോകാനും അവരുമായിട്ട് സംവദിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ചിന്തയെ എന്ത് ചെയ്യും, അത് ഉണർത്താൻ വേണ്ടി സഹായിക്കും. അത് അപ്പോൾ ഞങ്ങൾക്ക് യാത്രകളും അതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്. പിന്നെ ഓവറോൾ അവരുടെ പഠനത്തിന് അടുത്ത വർഷം പഠനം ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകൾ, ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റുകൾ, റീഡിങ് റൈറ്റിംഗ് ലിസണിങ് സ്കില്ലുകൾ, ഇത്തരത്തിലുള്ള അവരുടെ പഠനത്തിൽ അവരെ വീക്ക് ആക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും എന്ത് ചെയ്യുക, മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് വെക്കേഷൻ ശേഷം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അത് അവൻ്റെ അടുത്ത അധ്യയന വർഷത്തെ പഠനത്തെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, സഹായിക്കുന്നതാണ്. ഇത് കൂടാതെ ഒരുപാട് വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെക്കേഷൻ ശ്രമിക്കുക. ഇത്തരത്തിൽ കുട്ടികളുടെ ശാരീരികവും മാനസികവും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ എല്ലാം പുരോഗതിക്ക് വേണ്ടിയുള്ള വ്യത്യസ്ത കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മുടെ IAS ജൂനിയർ കോഴ്സ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനുശേഷം ജോയിൻ ചെയ്യുക. അപ്പോൾ അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി കുട്ടികളുടെ വ്യക്തിത്വ വികാസനവുമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വെക്കേഷനിൽ ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.